മക്കളെ ഒരു ചെലവും ഇല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. നിങ്ങളെ ഫീൽഡ് ഏതായാലും ഏത് ഫീൽഡായിട്ടുണ്ടെങ്കിലും ആ ഫീൽഡിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പറയാൻ കഴിയോ, അവതരിപ്പിക്കാൻ കഴിയോ? നമ്മളൊക്കെ ആ ഒരു സംഭവത്തിൽ വിജയിച്ച ആളായതുകൊണ്ട് പറയല്ല, തോറ്റ ആളാണ്. ആ ഒരു വിഷയത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കും, ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കും, പക്ഷേ നമുക്ക് എന്താ പറയുക, വീഡിയോ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കാത്തതിനപ്പുറത്താണ് ഇതിലൊക്കെ പൈസ കിട്ടുന്നത്. എനിക്കൊരു 6 മാസത്തോളം യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നതാണ്. ചെറിയ രീതിയിലാണെങ്കിലും ഡോളർ എൻ്റെ അക്കൗണ്ടിൽ കയറിയതാണ്. പക്ഷെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുമോ? ഒരു 100-150 വീഡിയോ 100-150 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ വലിയൊരു ഹൈ ക്ലാസ് ലെവലിലുള്ള ഫീൽഡോ അല്ലെങ്കിൽ മൊബൈൽ ടെക്നീഷ്യനോ കമ്പ്യൂട്ടറോ വലിയ BMW അങ്ങനത്തെ യാതൊരു സംഭവം ആവണമെന്ന് നിർബന്ധ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ ഫീൽഡ് ഏതായാലും ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ എന്താ പറയുക, കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ആളുണ്ട്. ആളെ പേര് എനിക്ക് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ അതുപോലെ ഒരുപാട് പേരുണ്ട്. കക്കൂസിൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്നത് മുതൽ BMW വർക്ക് വരെ ഏത് സംഭവം നിങ്ങൾക്ക് രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ധൈര്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടോളി, ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടോളി. ഇപ്പം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് നമ്മൾ മോണിറ്റൈസേഷൻ കട്ടായതും കാര്യങ്ങളും ഇതൊക്കെ. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ പേരില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു സംഭവം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഇതിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ ശ്രമിച്ചോളി. സംസാരിക്കാനുള്ള കഴിവ് മാത്രമാണ്. ക്യാമറൻ്റെ മുന്നിൽ നോക്കിയിട്ട് നിങ്ങളെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് മാത്രം മതി. കളിയാക്കുന്നവരൊക്കെ ഒരു 50 വീഡിയോസ് വരെ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും. നിങ്ങൾ അനക്കുന്ന വേറെ പണിയില്ല. പക്ഷെ പിന്നീട് വരുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണം, ഒരു 50 വീഡിയോസൊക്കെ കഴിഞ്ഞിരുന്നൊക്കെ വരല് നമ്മൾ പറഞ്ഞ വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യാനാവും. ഈ പറഞ്ഞത് ശരിയായി അല്ലെങ്കിൽ ഈ പറഞ്ഞത് തെറ്റായി, അല്ലാതെ ഈ പറഞ്ഞ എന്താ എനിക്ക് വേറെ പണിയില്ലേ, ആ ഒരു രീതിയിലുള്ള സംസാരം പോകും. ഈ ഒരു വലിയ യൂട്യൂബർ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ ചെയ്യുന്ന ആൾ എന്നുള്ള സംസാരം ഫസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നീട് അത് പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അജി ഇന്നാളെ പറ്റി വീഡിയോ ഇട്ടില്ല, അജിൻ്റെ ഇന്ന വിഷയത്തിനെ പറ്റി വീഡിയോ ഇട്ടില്ല എന്നൊക്കെ സംസാരിച്ചിട്ട് പറയാൻ കാരണം എന്താ, ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള രൂപത്തിലുള്ള സംസാരമൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് അവതരണ ശൈലി ഉണ്ടെങ്കിൽ